ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചുരിദാറിൻ്റെ കഴുത്ത് മുകളിലേക്ക് കയറി പോകാതിരിക്കാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതിലും എളുപ്പത്തിൽ ബിഗിനേഴ്സിനും കൂടി ചെയ്യാവുന്ന തരത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചുരിദാർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് ഇരുന്നത്. അതിൽ നിന്ന് ഫ്രണ്ട് മാത്രമായിട്ട് നമ്മൾ മാറ്റിയെടുക്കണം. അത് ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കട്ടിങ് വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അതിൻ്റെ നെക്കിൻ്റെ അളവൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നെക്കിൻ്റെ അളവായിട്ട് ബന്ധമൊന്നുമില്ല, എന്നാലും നെക്കിൻ്റെ അകലം ഞാൻ എടുത്തേക്കുന്നത്. ഇപ്പം മാർക്ക് ചെയ്താലാണ് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലോ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബാക്കും ഫ്രണ്ടും വേറെ വേറെ ആക്കിയാണ് എടുത്തേക്കണത്. ഇതിൻ്റെ ഷോൾഡർ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ് ഷോൾഡറും കൈക്കുഴിയും കട്ട് ചെയ്യണത്. അപ്പോൾ ബാക്ക് ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രണ്ടിലാണ് നമ്മൾ മാർക്ക് ചെയ്യണതും കട്ട് ചെയ്യണതും. അപ്പോൾ ഫ്രണ്ടിൽ ചില ചുരിദാറിന് ടക്ക് ഇങ്ങനെ വരും. ചെസ്റ്റൊക്കെ ഇത്തിരി അധികം ഉള്ളവർക്ക് ടക്ക് ഇവിടെ ഇട്ടാൽ അത് നല്ലതായിരിക്കും. ആ ഭാഗത്ത് കുറച്ചുകൂടി ലൂസ് കിട്ടും. ഇതിപ്പോൾ നമ്മളിവിടെ ടക്ക് ഇല്ലാണ്ട് ചെയ്യണ വിധമാണ് കാണിക്കണത് കേട്ടോ. അപ്പോൾ ഈ രീതിയും എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷോൾഡറിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് ചെരിച്ച് വിട്ടിട്ട് ആ നെക്കിൻ്റെ ആ ഭാഗത്തുനിന്ന്, നെക്കിൻ്റെ വിട്ട് മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്തുനിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് നമ്മൾ ചെരിച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബാക്കും ഫ്രണ്ടും ഒരുമിച്ചിട്ട് കട്ട് ചെയ്യരുത്. ഇത് ഫ്രണ്ട് പീസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഷോൾഡറിൻ്റെ നമ്മൾ 1/2 ഇഞ്ച് ചെരിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിൻ്റെ 1/2 ഇഞ്ച് ഷോൾഡർ ചെരിച്ച് വെട്ടണ്ട, അതങ്ങനെ തന്നെ നേരെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് കൈക്കുഴിയിലാണ് ഇന്നത്തെ പണിയുള്ളത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആ കൈക്കുഴി ഒരു ബോക്സാക്കി വരച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എടുത്ത അതേ അളവിൽ തന്നെ ആ ബോക്സാക്കി വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഫ്രണ്ടിലെ കൈക്കുഴി മാത്രം കുഴിച്ച് വിടണം. കാരണം ബാക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ടിൽ ബാക്കിൻ്റെ അത്രയും വിരിവില്ലല്ലോ. ബാക്കിലാവുമ്പോൾ നമ്മുടെ കൈയൊക്കെ അനങ്ങണനുസരിച്ച് ബാക്ക് ഭാഗത്ത് കുറച്ച് വിരിവൊക്കെ വേണ്ടി വരും. അതിനുവേണ്ടി ബാക്കിൽ നമ്മൾ കട്ട് ചെയ്യൂല. ഫ്രണ്ടിൽ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ നല്ലോണം കുഴിച്ച് വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ബോക്സിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അത്രയും ചേർത്തിട്ട് വേണം നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് 11 ഇഞ്ച്. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തുനിന്ന് വേണം നമ്മൾ ഷേപ്പ് ചെയ്യാൻ. തയ്യൽ തുമ്പിലേക്ക് ആ ഷേപ്പ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്ത് ആ മാർക്കിൽ നിന്ന് ഈ ഷേപ്പ് വരച്ചെടുക്കുന്നത്. ഇതുപോലെ നല്ലോണം കുഴിച്ച് ഷേപ്പ് ചെയ്തെടുക്കണം. അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ ഫ്രണ്ടിൽ ലൂസ് അധികം വരും. ലൂസ് അധികം വന്നാലും കഴുത്ത് കയറിപ്പോകും. അപ്പോൾ ഇതേപോലെ ഞാൻ ഇവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ ആ മുകളിലേക്ക് അത്രയും എത്തണ്ട, അവിടെ നിന്നൊരു 1-1.5 ഇഞ്ച് താഴ്ത്തു നിന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു 3/4 ഇഞ്ച് ഡിസ്റ്റൻസാണ് കേട്ടോ നമുക്കപ്പോൾ അവിടെ കിട്ടുന്നത്. ബാക്കിനെ അപേക്ഷിച്ച് ഫ്രണ്ടിൽ ഒരു 3/4 ഇഞ്ച് ഡിസ്റ്റൻസ് വരും. എന്നിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ബാക്കിൽ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്തിട്ടില്ലേ, അത്രയും വിരിവ് തന്നെ ബാക്കിൽ കിട്ടും. പക്ഷേ ഫ്രണ്ടിൽ ആ വിരിവ് നമ്മൾ 3/4 ഇഞ്ച് വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യണത്. ഇത് ചെയ്തില്ലെങ്കിൽ ഫ്രണ്ട് ഒരുപാട് ലൂസായിട്ട് കിടക്കും, ഭയങ്കര വൃത്തികേടുമായിരിക്കും. തയ്ച്ചാൽ ചുരിദാറിൻ്റെ ഭംഗി അവിടെ നഷ്ടപ്പെടും. ഇപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ചെരിവും കൈക്കുഴിയുടെ കുഴിവും കൂട്ടി നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാർ ഒരു കാരണവശാലും ബാക്കിലേക്ക് കയറിപ്പോകില്ല. ഇതിൻ്റെ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൈക്കുഴി വെട്ടുമ്പോൾ ഫ്രണ്ടിൽ കൈക്കുഴി വെട്ടി കഴിയുമ്പോൾ ബാക്കിനെ അപേക്ഷിച്ച് കൈക്കുഴി വലുതായിരിക്കും. അങ്ങനെ കൈക്കുഴി ബാക്കിനെ അപേക്ഷിച്ച് വലുതായി വരുമ്പോഴാണ് ഫ്രണ്ടിലെ കഴുത്ത് ബാക്കിലേക്ക് കയറിപ്പോണത്. അതിനു വേണ്ടിയാണ് നമ്മളിവിടെ മുകളിൽ 1/2 ഇഞ്ച് ഫ്രണ്ടിൻ്റെ ഷോൾഡർ ചെരിച്ചു കൊടുക്കുന്നത്. ഫ്രണ്ടിൽ എന്തായാലും കൈക്കുഴി കുഴിച്ച് വെട്ടുമല്ലോ. അപ്പോൾ ആ കുഴിവ് കൂടുതൽ വരണത് ഈ 1/2 ഇഞ്ച് ഷോൾഡറിൽ നമ്മൾ കളയും. അപ്പോൾ നമ്മളിത് ഇവിടെ ഒപ്പം വച്ചിട്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കിത് അറിയാൻ പറ്റും. എങ്ങനെ നോക്കിയാലും കൈക്കുഴിയിലെ വ്യത്യാസം നമ്മുടെ കഴുത്തിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ കട്ടിങ്ങിൽ എപ്പോഴും നമ്മൾ ബേസ് ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മളെപ്പോഴും കട്ട് ചെയ്യണത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ചുരിദാറിനെ തയ്ച്ചെടുക്കാൻ പറ്റും.
അപ്പോൾ ടക്കിട്ട് വേറെ ഒരു രീതിയിൽ കഴുത്ത് കയറി പോകാത്ത ഒരു മെത്തേഡ് ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ഇനി സാധാരണ പോലെ ഷോൾഡർ ജോയിൻ്റ് ചെയ്ത് സ്ലീവ് ഉടുപ്പിച്ച് സൈഡൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചുരിദാർ തയ്ച്ചാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ചുരിദാർ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.